ഹലോ എവ്രിവൺ, മെക്കാനിക് ഡീസലിന്റെ ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കേടായ ഇഞ്ചക്ടറുകൾ വേർതിരിച്ച് അവ പരിശോധിച്ച് പൊളിച്ചുമാറ്റി തകരാറുള്ള ഭാഗങ്ങൾ മാറ്റി എഞ്ചിൻ വീണ്ടും കൂട്ടിയോജിപ്പിച്ച് വീണ്ടും ഘടിപ്പിച്ച് ഫയറിംഗ് നടക്കാത്ത സിലിണ്ടറുകളുടെ പ്രകടനം പരിശോധിക്കാൻ നമ്മൾ പഠിക്കാൻ പോകുന്നു. ഈ വീഡിയോയുടെ അവസാനം എഞ്ചിൻ വൈബ്രേഷൻ പരിശോധിക്കുക, ഒപ്പം ഇഞ്ചക്ടറുകൾ നിരീക്ഷിക്കാനും പരിശോധിക്കാനും നിങ്ങൾക്ക് കഴിയും. ഇത് ചെയ്യാൻ ആവശ്യമായ ടൂൾസ്, എക്യുപ്മെന്റ്, മെഷീനറി എന്നിവ നമുക്ക് ശേഖരിക്കാം. ട്രെയിനുകളുടെ ടൂൾ കിറ്റ് 1, ഇഞ്ചക്ടർ ക്ലീനിംഗ് കിറ്റ് 1, മൾട്ടി സിലിണ്ടർ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ 1, ഇഞ്ചക്ടർ ടെസ്റ്റിംഗ് മെഷീൻ 1, എയർ കംപ്രസർ 1, മണ്ണെണ്ണ ആവശ്യത്തിന്, ഡീസൽ ആവശ്യത്തിന്, സോപ്പ് ഓയിൽ ആവശ്യത്തിന്, കോട്ടൺ തുണി ആവശ്യത്തിന്. എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നതിന് മുൻപ് എഞ്ചിൻ ഓയിലും ജലനിരപ്പും പരിശോധിക്കുക. വാഹനത്തിന്റെ ഹുഡ് തുറന്ന് ഡിപ്സ്റ്റിക് കണ്ടെത്തുക. ഡിപ്സ്റ്റിക്കിന് സാധാരണയായി ഒരു തിളക്കമുള്ള ഹാൻഡിലുണ്ട്. അത് പിടിക്കാൻ എളുപ്പമാണ്. ഇത് സാധാരണയായി എഞ്ചിന് സമീപം സ്ഥിതി ചെയ്യുകയും ഓയിൽ എന്ന ലേബൽ ചെയ്യുകയും ചെയ്യുന്നു. അതിന്റെ ട്യൂബിൽ നിന്ന് ഡിപ്സ്റ്റിക് പുറത്തെടുക്കുക. ഡിപ്സ്റ്റിക്കിൽ നിന്ന് എണ്ണ പൂർണ്ണമായും തുടയ്ക്കാൻ വൃത്തിയുള്ള തുണി അല്ലെങ്കിൽ ടിഷ്യൂ ഉപയോഗിക്കുക. ഡിപ്സ്റ്റിക് അതിന്റെ ട്യൂബിലേക്ക് തിരികെ വയ്ക്കുക, തുടർന്ന് അത് വീണ്ടും പുറത്തെടുക്കുക. ഡിപ്സ്റ്റിക്കിൽ സാധാരണയായി 2 അടയാളങ്ങളുണ്ട്: ലോ, ഫുൾ. എണ്ണനില ഈ 2 അടയാളങ്ങൾക്കിടയിലായിരിക്കണം. എണ്ണ ലോ അടയാളത്തിന് താഴെയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ എണ്ണ ചേർക്കേണ്ടതുണ്ട്. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ഐഡിൽ സ്പീഡിൽ പ്രവർത്തിപ്പിക്കുക. എഞ്ചിൻ RPM രേഖപ്പെടുത്തുക. ഒരു ബിൽറ്റ് ഇൻ ടാക്കോമീറ്റർ ഉപയോഗിച്ച് ഗേജിലെ RPM റീഡിംഗ് നിരീക്ഷിക്കുക. എഞ്ചിന്റെ മുട്ടുന്ന ശബ്ദമോ വൈബ്രേഷനോ നിരീക്ഷിക്കുക. 1ാം സിലിണ്ടർ നോസിലിൽ നിന്ന് ഉയർന്ന മർദ്ദത്തിലുള്ള പൈപ്പ് നിപ്പിൾ ഓരോന്നായി നീക്കം ചെയ്യുക. എഞ്ചിൻ വ്യതിയാനത്തിന്റെ RPM പരിശോധിക്കുക. ഇഞ്ചക്ടറിന്റെ ഫ്യൂവൽ ലൈൻ വിച്ഛേദിക്കുന്നത് എഞ്ചിൻ പ്രവർത്തനത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നില്ലെങ്കിൽ ഇഞ്ചക്ടറിന് തകരാറുണ്ടെന്നാണ് അർത്ഥം. ഒരു തെറ്റായ ഇഞ്ചക്ടർ ആദ്യത്തെ റീഡിംഗ് മുട്ടുന്ന ശബ്ദവും സൂചിപ്പിക്കുന്നു. എഞ്ചിൻ നിർത്തി സിലിണ്ടർ ഹെഡിൽ നിന്ന് തെറ്റായ ഇഞ്ചക്ടർ നീക്കം ചെയ്യുക. ഇത് ഒരു ട്രേയിൽ വെക്കുക. ഇഞ്ചക്ടർ പൊളിക്കുക. പൊളിച്ച ഇഞ്ചക്ടർ ഭാഗങ്ങൾ വൃത്തിയാക്കുക. അവ നന്നായി പരിശോധിക്കുക. കേടായതോ ജീർണിച്ചതോ ആയ ഭാഗങ്ങൾ മാറ്റി സ്ഥാപിക്കുക. ഇഞ്ചക്ടറിന്റെ പൊളിച്ച ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുക. അതിനനുസരിച്ച് ക്രമീകരിക്കുക.
ഇഞ്ചക്ടർ ടെസ്റ്റ് മെഷീന്റെ സഹായത്തോടെ ഇഞ്ചക്ടർ പരിശോധിക്കുക. ടെസ്റ്റിംഗ് മെഷീന്റെ ഹോൾഡറുകളിലോ ഫിക്ചറുകളിലോ ഫ്യൂവൽ ഇഞ്ചക്ടറുകൾ സുരക്ഷിതമായി സ്ഥാപിക്കുക. ഇഞ്ചക്ടറുകൾ എഞ്ചിനിൽ ഉള്ളതുപോലെ തന്നെ സ്ഥാപിക്കണം. ടെസ്റ്റിംഗ് മെഷീനിൽ നിന്ന് ഇന്ധന ഇഞ്ചക്ടറുകളിലേക്ക് ഉചിതമായ വയറിംഗും ഹോസുകളും ബന്ധിപ്പിക്കുക. മെഷീന്റെ നിയന്ത്രണങ്ങൾ ഉപയോഗിച്ച് ടെസ്റ്റിംഗ് പ്രക്രിയ ആരംഭിക്കുക. ഓരോ ഇഞ്ചക്ടറും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിരീക്ഷിക്കാൻ ടെസ്റ്റിംഗ് മെഷീന്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഔട്ട്പുട്ട് നിരീക്ഷിക്കുക. ഇഞ്ചക്ടർ നിർമ്മാതാവ് അല്ലെങ്കിൽ എഞ്ചിൻ നിർമ്മാതാവ് നൽകുന്ന സ്പെസിഫിക്കേഷനുകളുമായി ടെസ്റ്റ് ഫലങ്ങൾ താരതമ്യം ചെയ്യുക. ഒരു ഇഞ്ചക്ടറിന്റെ പ്രകടനം പ്രതീക്ഷിച്ച അളവുകളിൽ നിന്നും ഗണ്യമായി വ്യതിചലിക്കുകയാണെങ്കിൽ അത് വൃത്തിയാക്കുകയോ നന്നാക്കുകയോ മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യേണ്ടതായി വന്നേക്കാം. സിലിണ്ടറിൽ ഇഞ്ചക്ടർ ഘടിപ്പിക്കുക. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. സുഗമമായി എഞ്ചിൻ RPM നിരീക്ഷിക്കുക. ഈ സെഷനിൽ വികലമായ ഇഞ്ചക്ടറുകൾ വേർതിരിച്ച് അവ പരിശോധിച്ച് തകരാറുള്ള ഭാഗങ്ങൾ പൊളിച്ച് മാറ്റി സ്ഥാപിച്ച് എഞ്ചിൻ വീണ്ടും കൂട്ടിച്ചേർക്കുകയും വീണ്ടും ഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഫയറിംഗ് നടക്കാത്ത സിലിണ്ടറുകളുടെ പ്രകടനം എങ്ങനെ പരിശോധിക്കാമെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഈ ആശയങ്ങൾ വരാനിരിക്കുന്ന സെഷനുകളിൽ വിപുലമായ വിഷയങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവിന്റെ അടിത്തറയായി വരും. നിങ്ങളുടെ ക്ഷമയ്ക്കും പങ്കാളിത്തത്തിനും നന്ദി. അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.